എല്ലാവർക്കും പൂന്താനത്തിൻ്റെ ശ്രീകൃഷ്ണ കരുണാമൃതത്തിലേക്ക് സ്വാഗതം. ഇന്ന് 146 ശ്ലോകം മുതൽ നോക്കാം. വേണും നീലൊന്നുമോരോന്നിവയനു ദിവസം തന്നെത്താനേ നിനച്ചേൻ വേണുന്നു മുറ്റുമൊന്നുണ്ടതിനു ഗുരുകൃപാപൂരമേ ബന്ധുവുള്ളു പ്രാണൻ പോവാനടുത്തുള്ളൊരു സമയമതെന്നാകിലും മേ വരും നാൾ കാണേണം ഗോപനാരീ കരതളിരിൽ നടക്കുന്നൊരാനന്ദഭൃംഗം. അനുദിവസം ഒന്നിനു പുറകെ ഒന്നായിട്ട് ഓരോരോ സുഖ ദുഃഖ അനുഭവങ്ങൾ. നമുക്കങ്ങനെയാണല്ലോ, ഒരു സുഖം, കുറച്ചു കാലം സുഖം, കുറച്ചു കാലം പിന്നെ സങ്കടം, അങ്ങനെയല്ലേ ഓരോന്നും ഓരോ കാലവും കഴിഞ്ഞു പോണത്. അങ്ങനെ വന്നും പോയും ഇരിക്കണു. അതുമായിട്ട് ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടാവും. സുഖം വന്നാൽ അങ്ങനെ അങ്ങോട്ട് സന്തോഷിച്ച് കഴിയും. ദുഃഖം വന്നാൽ അയ്യോ എനിക്ക് അങ്ങനെ വന്നല്ലോ എന്ന് വിചാരിച്ച് അതുമായിട്ട് അങ്ങനെ കഴിയും. ഇവയൊന്നും തന്നെ വേണ്ടുന്നതല്ല, ഒന്നും വേണുന്നീല എന്നാണ് പറയണത്. ഇതൊന്നും നമുക്ക് വേണ്ടതല്ല. വേണ്ടതെന്താണ്? മുമുക്ഷുത്വം ആണ് വേണ്ടത് എന്നാണ് പറയുന്നത്. വളരെ ഒരു അത്യാവശ്യമായിട്ട് വേണ്ടുന്ന കാര്യം എന്താണ്? മുമുക്ഷുത്വം. അതുണ്ടാവണമെങ്കിൽ എന്താണ് ഉണ്ടാവേണ്ടത്? ഗുരുകൃപാപൂരം, ഗുരുവിൻ്റെ അനുഗ്രഹം, കൃപ കൊണ്ട് കിട്ടുന്ന അനുഗ്രഹം, അകമഴിഞ്ഞ ഗുരുകൃപ ഉണ്ടാവണം. ഗുരുവായൂരപ്പൻ്റെ അകമഴിഞ്ഞ കൃപാ കടാക്ഷം ഉണ്ടാവണം. എന്നാലേ നമുക്ക് മുമുക്ഷുത്വം കിട്ടുള്ളൂ. അങ്ങനെ അവിടെ അത്രയും അധികമായിട്ട് ഭഗവാന്റെ ആ കൃപാകടാക്ഷം അതുമാത്രമേ നമുക്ക് ബന്ധുവായിട്ടുള്ളൂ എന്നാണ് പറയണത്. പ്രാണൻ ഇനി ഒരു മോഹം പറയുകയാണ് പൂന്താനം. പ്രാണൻ പോവാൻ അടുത്തുള്ളൊരു സമയം വരുന്നത്, പ്രാണൻ അങ്ങനെ മരിക്കാറായ സമയം, മരണസമയം അടുക്കുമ്പോൾ എപ്പോഴാണ് മരിക്കുന്നതെന്ന് വെച്ചാൽ എപ്പോഴായാലും അല്ലെങ്കിൽ ആ സമയത്തെങ്കിലും ഗോപസ്ത്രീകളുടെ കരപല്ലവങ്ങളാകുന്ന പൂക്കളിൽ, ഗോപസ്ത്രീകളുടെ കരങ്ങളെ പൂക്കളായിട്ടാണ് ഇവിടെ ഉപമിച്ചിരിക്കുന്നത്. ആ ഓരോ പൂക്കളിൽ നിന്നും തേനിങ്ങനെ നുകർന്നു പോകുന്ന ഒരു വണ്ടിനെ പോലെയാണ് കൃഷ്ണനെ ഉപമിച്ചിരിക്കുന്നത്. അപ്പോൾ പൂക്കളിൽ ചാടി നടക്കുന്ന ഗോപനാരിമാരുടെ ഹസ്തപല്ലവങ്ങളാവുന്ന പൂക്കളിൽ ചാടി നടക്കുന്ന ഗോപികൾ ആർത്തിയോടെ വാരിയെടുക്കും അല്ലേ. അത്രയും ഓമനക്കുട്ടനാണ് ആ അങ്ങനെ ഒരു നീലഭൃംഗം, ആനന്ദശീലനായ ആ ഒരു വണ്ടിനെ, പൂക്കളിൽ നിന്ന് മാറി തേൻ കുടിച്ച് നടക്കുന്ന ഒരു വണ്ടിനെ പോലെ ഗോപാംഗനാഹസ്തങ്ങളിൽ നിന്ന് മാറി പരമാനന്ദത്തോടെ ഇങ്ങനെ പരിലസിക്കുന്ന ഒരു ഉണ്ണികൃഷ്ണനെ മേ കാണണം, കാണുമാറാകണം. എപ്പോൾ? മരണസമയത്തെങ്കിലും അവിടുത്തെ ആ ഒരു സ്വരൂപം ഉണ്ടല്ലോ എൻ്റെ ഹൃദയത്തിൽ ഒന്ന് ഉദിപ്പിക്കണേ എന്ന് ആണ് താല്പര്യം. അടുത്ത ശ്ലോകം 147. എന്നേ തുടങ്ങി ഉദയാസ്തമയങ്ങൾ തോറും ഭിണ്ടെന്നുറങ്ങിയുമുണർന്നുമുടുത്തുമുണ്ടും നന്ദിച്ചു നന്ദതനയൻ്റെ പദാംബുജത്തിൽ ചേർന്നാവു നാവതിനു കൗതുകമെന്തിതാവു. ഓരോ ദിവസവും എന്നു മാത്രമല്ല, എത്ര ജന്മങ്ങളായി ഇങ്ങനെ ജനിച്ചും മരിച്ചും ഉണ്ടും ഉടുത്തും ഉറങ്ങിയും ദയാസ്തമയങ്ങൾ തോറും ഭിണ്ടെന്നുറങ്ങിയും ഉണരും, പിന്നെ ഉണ്ടും ഉടുത്തും ഇത് ഇങ്ങനെ തുടർന്നു പോണു. എത്ര ജന്മങ്ങളായി എന്നും അർത്ഥമുണ്ട്. ഭിണ്ടി എന്ന് പറഞ്ഞാലൊരു താളക്കാലാണ്, 12ാമത്തെ താളകാലാണ് എന്ന് തോന്നും, അങ്ങനെയാണ് പറയണേ. അത്രയ്ക്ക് വേഗം പ്രവൃത്തികൾ, അവനവൻ്റെ പ്രവൃത്തികൾ, രാത്രി കിടന്നുറങ്ങി
രാവിലെ ഉണർന്നാൽ എന്തെല്ലാം പണികളാണ് നമുക്ക് ചെയ്യാനുള്ളത്, അതൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വരും രാവിലെ ഉണരുമ്പോൾ തന്നെ അല്ലേ. ഇനി അയ്യോ എന്തൊക്കെ ഒരു പണികളാണ്. അവനവൻ്റെ ആ ഉത്തരവാദിത്തങ്ങൾ അങ്ങോട്ട് തലയിലേക്ക് ഇങ്ങോട്ട് വരും. അതോടെ നമ്മളങ്ങോട്ട് എണീക്കും, തുടങ്ങായി. പിന്നെ വിശക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കും, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കും, ഉറക്കം വരുമ്പോൾ ഉറങ്ങും, പിന്നെ ഉണരും. അങ്ങനെ എത്ര ജന്മങ്ങളായി എന്നാണ് പറയണത്. എത്ര ജന്മങ്ങളായി ഇങ്ങനെ ഉണ്ടും ഉറങ്ങിയും ഉടുത്തും കഴിയണു. ഇങ്ങനെ ഓരോരോ ദിനചര്യകൾ ചെയ്ത് ഇത്രയും വേഗം ഓരോ ദിനചര്യകളും ചെയ്തത് എന്നേ തുടങ്ങി. എത്ര നാളായി, അല്ലെങ്കിൽ എത്ര ജന്മങ്ങളായി ഇങ്ങനെ ഈ സംസാര ബന്ധനത്തിൽ കുടുങ്ങിക്കഴിയുന്നു. അതാണ് പറയണത്. നന്ദതനയൻ്റെ പദാംബുജത്തിൽ നന്ദിച്ചു ചേർന്നാവൂ എന്ന് പറഞ്ഞു. ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദപത്മത്തിൽ സന്തോഷത്തോടെ ഒന്ന് ചേർന്നെങ്കിൽ ഏതെങ്കിലും ഒരു ജന്മത്തിൽ നമുക്ക് സാധിക്കുമോ എന്നാണ്. സന്തോഷത്തോടെ ഭഗവാന്റെ ആ പാദപത്മത്തിൽ ചേരാൻ നാവതിന് കൗതുകം, നാവിന് അതിന് താല്പര്യം എന്നാ വരിക, എങ്ങനെയാണ് നമുക്കത് സാധിക്കുക? നാമസങ്കീർത്തനം, ഭഗവാന്റെ അമ്പാടിക്കുട്ടൻ്റെ നാമസങ്കീർത്തനം കൊണ്ട് മാത്രമേ നമുക്ക് ആ പാദപത്മത്തിൽ ചേരാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് എന്നാണ് നമ്മുടെ നാവിന് അതൊന്ന് താല്പര്യം, ആ നാമസങ്കീർത്തനങ്ങൾ മടുക്കാതെ ചെയ്യാൻ നമ്മുടെ നാവിന് എന്നാണൊരു താല്പര്യം വരിക എന്നാണ്. നാവിന് എന്നാണൊരു ഉത്സാഹം വരിക എന്നാണ് പൂന്താനം ചോദിക്കുന്നത്. നമുക്ക് ആ നാവിന് അങ്ങനെ ഒരു ഉത്സാഹം വന്ന് നാമം അങ്ങനെ നിർത്താതെ നമ്മുടെ മനസ്സിലെങ്കിലും ഒന്ന് ഇങ്ങനെ നിർത്താതെ ജപിച്ച് അങ്ങനെ സമയം കഴിയണം, കാലം കഴിയണം. അങ്ങനെ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ പാദത്തിൽ ചേരാൻ പറ്റുള്ളൂ എന്നാണ് താല്പര്യം ഈ ശ്ലോകത്തിൻ്റെ. അങ്ങനെ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അടുത്ത ശ്ലോകം. കണ്ണൻ കളിക്കും കളിക്കോപ്പു കാൺമാൻ എന്നേ കൊതിക്കുന്നു ദയാംബുരാശേ, ത്വന്നാമ സങ്കീർത്തനമെണ്ണി 90 പരിവത്സരം മേ. ദയാംബുരാശേ അല്ലെങ്കിൽ കൃപാംബുരാശേ. കണ്ണൻ കളിക്കും കളിക്കോപ്പ് കാണാൻ. ഉണ്ണികൃഷ്ണൻ്റെ അഥവാ ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ ലീലാവിശേഷങ്ങൾ എന്തെല്ലാം കളികൾ കളിച്ചു ഭഗവാൻ, അതൊക്കെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കാൻ എന്നേ കൊതിക്കുന്നു എന്നാൽ എത്ര നാളായി കൊതിക്കുന്നു. ഭഗവാന്റെ ആ കുട്ടിക്കാലത്തെ ലീലകളും പ്രായമായി കഴിഞ്ഞിട്ടുള്ള ലീലകളും എല്ലാം മനസ്സിൽ അങ്ങനെ തെളിഞ്ഞ് കാണാൻ, അതുമാത്രം ഓർമ്മ വരണം. അതാണ് ആഗ്രഹിക്കുന്നത്. ഭഗവാന്റെ ആ കളികൾ മാത്രം. ഭഗവാൻ ജനിച്ചപ്പം മുതൽ മറ്റേ സ്വർഗാരോഹണം വരെയൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, അത് മാത്രം നമ്മുടെ മനസ്സിലൊന്ന് തെളിഞ്ഞു നിൽക്കാൻ എന്നേ കൊതിക്കുന്നു. എത്ര നാളായി ആഗ്രഹിക്കുന്നു. ത്വന്നാമ സങ്കീർത്തനം എണ്ണി 90 എന്നാണ് പറയുന്നത് പൂന്താനം പറയണത്. അവിടുത്തെ തിരുനാമങ്ങൾ ഇങ്ങനെ ജപിച്ച് 90 മേ പരിവത്സരം മേ. 90 പരിവത്സരം, 90 വയസ്സ്, 90 പൂർണ്ണ വർഷങ്ങൾ തികയാറായി. ഇനിയും എന്നാണ് ആ ഭഗവാന്റെ ആ ലീലാവിലാസങ്ങൾ മനസ്സിൽ തെളിഞ്ഞു വരുന്നത്? ഇനി എന്നാണ് പൂന്താനത്തിൻ്റെ ചോദ്യം. പൂന്താനത്തിനത് നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്കും അത് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ ശ്ലോകങ്ങൾ എഴുതിയിട്ടുള്ളത്. നമ്മളത് കരുതണം. നമ്മളോടാണ് പറയണത്. നാമം ജപിക്കൂ, കലികാലല്ലേ. നാമം ജപിച്ചാൽ മാത്രമേ നമുക്ക് മുമുക്ഷുത്വം കിട്ടുള്ളൂ എന്നാണ് പറയണത്. ആദ്യ നാമാമൃതം എന്നാണ് ഈ ഭാഗത്തിന് പേര് തന്നെ. ആ നാമത്തിൻ്റെ മാഹാത്മ്യം പറഞ്ഞുകൊണ്ടാണ് ഓരോ ശ്ലോകവും എഴുതിയിട്ടുള്ളത്. അടുത്ത ശ്ലോകം. നന്ദിച്ചുകൊള്ളുക തവ വന്നതുകൊണ്ടു നിത്യം നിന്ദിക്ക വേണ്ട, ഗതിഭേദമോരോന്നു കണ്ടാൽ വന്ദിച്ചുകൊള്ളുക സകലാത്മകമീശ്വരം തം
മന്ദിച്ചു പോകരുതജസ്രമകക്കുരുന്നേ. മനസ്സിനോട് ഒരു ഉപദേശമാണ് ഇത്. എന്നും അകക്കുരുന്നേ, മനസ്സിനോട് എന്നും ഓരോ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാവും. യാദൃച്ഛികമായിട്ട് ചിലപ്പോൾ സന്തോഷമാവും, ചിലപ്പോൾ സങ്കടമാവും. യദൃച്ഛാലാഭ സന്തുഷ്ടി വേണമെന്നാണ് ചുരുക്കം. യാദൃച്ഛികമായിട്ട് നമുക്ക് എന്തെങ്കിലും സന്തോഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ആനന്ദിക്കുക. മറ്റേ ഗതിഭേദം ഓരോന്ന് കണ്ട ഗ്രഹപ്പിഴകൾ, ദുഃഖത്തിന് ഓരോ കാരണങ്ങൾ ഉണ്ടായി ഓരോന്ന് വരുമ്പം നിന്ദിക്ക വേണ്ട, ആക്ഷേപിക്കേണ്ട, അല്ലെങ്കിൽ നിരാശപ്പെട്ടിരിക്കണ്ട. അതൊക്കെ ആ ഭഗവാന്റെ സകലാത്മകം തം ഈശ്വരം എന്നാണ്. ആ ബ്രഹ്മ കീടജനനി, ആ ബ്രഹ്മ പിപീലികാന്ത, അല്ലെങ്കിൽ ബ്രഹ്മാവ് മുതൽ പിപീലികാന്തം എന്ന് പറഞ്ഞാൽ, പിപീലിക എന്ന് പറഞ്ഞാൽ ഉറുമ്പ്, ബ്രഹ്മാവ് മുതൽ ഉറുമ്പ് വരെയുള്ള ജീവികൾക്കും മാത്രമല്ല, ചരാചരങ്ങൾക്കും ചലിക്കുന്നതിനും ചലിക്കാത്തതിനും എല്ലാവർക്കും ഏകമായിട്ടുള്ള ഒരേ ഒരു ആത്മാവാണ് ഈ ഈശ്വരൻ. അതെ, ആ ഈശ്വരനെ എല്ലായ്പ്പോഴും ഇടവിടാതെ ഭജിച്ചു കൊണ്ടിരിക്കൂ. അല്ലാതെ ഇതിൽ മന്ദിച്ചു പോകരുത്, ഒട്ടും വീഴ്ച വരുത്തരുത്. എന്തിന്? ആ നാമം ജപിക്കാൻ. സന്തോഷം വരുമ്പോൾ അതിൽ, അല്ലെങ്കിൽ സങ്കടം വരുമ്പോൾ അത് വിചാരിച്ചിട്ടും സന്തോഷം വരുമ്പോൾ അത് വിചാരിച്ചിട്ടും നിൽക്കരുത്. സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും ഈശ്വരേച്ഛയാണ് എന്ന് വിചാരിച്ച് നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത്. നമ്മുടെ ശ്രീകൃഷ്ണ കർണാമൃതം ഏകദേശം കഴിയാറായി തുടങ്ങി. 164 ശ്ലോകങ്ങളാണ് ഇതിലുള്ളത്. ഇപ്പം നമ്മൾ 149-ാമത്തെ ശ്ലോകമാണ് നോക്കിയത്. അടുത്ത ശ്ലോകങ്ങൾ അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.